നമസ്കാരം. ഇന്നൊരു പർച്ചേസിങ് വ്ളോഗായിട്ടാണ് കേട്ടോ ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ അടുക്കളയിലേക്ക് കുറച്ച് പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്ന വ്ളോഗാണ് കേട്ടോ ഇന്നത്തെ. അപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ കണ്ടും വാങ്ങിച്ചു അങ്ങ് പോയാലോ? വായോ, വീട്ടിലോട്ട് പോവാം. ഗാന്ധി പാർക്കിൽ പാർക്കും ചെയ്ത് നേരെ ചാലയിലോട്ട്. ഇതാണ് ഞങ്ങളുടെ ചാല, തിരുവനന്തപുരംകാരുടെ ചാല മാർക്കറ്റ്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ എപ്പോഴും ഒരു നൊസ്റ്റു അടിക്കും. ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ വന്നിട്ടായിരുന്നു സ്കൂൾ ബാഗും ചോറ്റുപാത്രവും ചെരുപ്പും ഒക്കെ വാങ്ങിക്കുന്നത്. കൂട്ടത്തിൽ ആസ്വദിച്ച് കയറി ഒരു ബിരിയാണി നാരങ്ങ വെള്ളം കുടിച്ച് ഒരു സിനിമയും കണ്ട് ഞാനും അമ്മയും അച്ഛനും വീട്ടിൽ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥിരം സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിക്കുന്ന കടയെത്തി. ഇബ്രാഹിം അമ്മയുടെ സ്ഥിരം കടയാണ് കേട്ടോ. ഇവിടുന്ന് വാങ്ങിച്ചാലേ എൻ്റെ അമ്മയ്ക്ക് അത് സ്റ്റീൽ പാത്രം ആകത്തുള്ളൂ. ആദ്യം തന്നെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് കയറിയേ. അവിടെ പ്ലാസ്റ്റിക് ഐറ്റംസും ഇലക്ട്രോണിക് ഐറ്റംസും ബേക്കിങ്ങിന് പറ്റുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഗ്ലാസ് കണ്ടെയ്നേഴ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലുണ്ടേ. അതെല്ലാം ആദ്യം ഒന്ന് കറങ്ങി അടിച്ച് ഞങ്ങളൊന്ന് കണ്ടു. ഞങ്ങളുടെ വീടിൻ്റെ പാലുവച്ചായപ്പോൾ മിക്ക സാധനങ്ങളും ഇവിടെ വന്നിട്ടാണ് എടുത്തത്. ഇതാ ഈ ചുമന്ന കളർ അടപ്പുള്ള കുപ്പികളൊക്കെ ഇപ്പോഴും ഇവിടെ പൊട്ടാതിരിപ്പുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. പിന്നെ പല കളറിലുള്ള സെറാമിക് പ്ലേറ്റും പ്ലാസ്റ്റിക് പ്ലേറ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് നല്ല സമയം വേണമെന്ന് മാത്രം നോക്കിയെടുക്കാൻ. എടുപിടിയെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല, കാരണം അവർ ഒരുപാട് സാധനം ഉള്ളതുകൊണ്ട് സമയം എടുത്ത് നമ്മൾ നോക്കി വന്ന് കണ്ടാൽ നമുക്ക് എല്ലാ സാധനവും അവിടെ നിന്ന് തന്നെ കിട്ടും. ഞങ്ങൾ എപ്പോഴും സ്റ്റീൽ പാത്രമൊക്കെ വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നേരെ വെക്കേഷൻ ആയപ്പോൾ ഇങ്ങോട്ട് വെച്ച് പിടിച്ചത്. ഒരു സമയത്ത് ട്രെൻഡ് ആയിരുന്നില്ലേ ഇതുപോലെ വാഴയിലയുടെ പ്രിൻ്റുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ്. പിന്നെ ബേക്കിങ്ങിന് ആവശ്യമുള്ള സാധനം എല്ലാം അവിടെ കിട്ടും. ഇത് നല്ല കുഞ്ഞൊരു പിസ്സ ട്രേ ആണ്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ. ചെറിയ പിസ്സയൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ പല ഷേപ്പിലുള്ള മഫിൻ ട്രേ ഉണ്ടായിരുന്നു. ഇതിന് 390 രൂപയായിരുന്നേ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു കേക്ക് ട്രേ ആണ് ഇത്. 447 രൂപയായിരുന്നു അതിൽ സ്റ്റിക്കറിലുണ്ടായിരുന്നത്. ബേക്കിങ്ങിന് പറ്റുന്ന വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടെ കാണിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാണിച്ചു കേട്ടോ. ഇതുമാത്രമല്ല, ഗ്യാസ് സ്റ്റൗ, ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം ആ ഫ്ലോറിൽ തന്നെ ഉണ്ട്. അവിടുന്ന് നേരെ ഞങ്ങൾ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി. ഇവിടെയാണ് സ്റ്റീൽ പാത്രത്തിൻ്റെ വിശാലമായ സ്ഥലം. ഈ ഒരു സ്ഥലത്തോട്ട് എത്തിയപ്പോൾ പിന്നെയും ഞാൻ പുറകിലോട്ട് പോയി. ഇവിടെ നിന്നായിരുന്നു എനിക്ക് ചോറ്റുപാത്രം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ചോറ്റുപാത്രം ഇങ്ങനെ കാണുമ്പോൾ അന്നത്തെ അതേ ഒരു ഹരം ഇപ്പോഴും മനസ്സിൽ തോന്നുന്നുണ്ട്, എല്ലാം വേണമെന്ന്. അതൊക്കെ ഒരു കാലം. ഈ പാനിന് 1478 രൂപയായിരുന്നു കേട്ടോ. സ്റ്റിക്കറിൽ നല്ല ക്വാളിറ്റിയുള്ള പാൻ കേട്ടോ, നല്ല ബലവും കട്ടിയുണ്ട്. ഇതിന് 1866. മറ്റേതിൻ്റെ കുറച്ചുകൂടി വലിപ്പമുണ്ടേ. ഇത് കണ്ടോ, ക്യൂട്ടായിട്ടില്ലേ? 2 ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ പറ്റും തോന്നല്ലേ. ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ളതാണേ. അത്യാവശ്യം നല്ല കട്ടിയും ബലവും ഉണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഈ സൈഡിലോട്ട് പോകുമ്പോൾ പല സൈസിലുള്ള കടായും ഉരുളിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമേ. അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല. പിന്നെ നമുക്ക് നല്ല സമയം വേണമെന്ന് മാത്രം നോക്കിയെടുക്കാൻ. പിന്നെ ഇതുപോലെ കോപ്പർ ബോട്ടുള്ള ഒരുപാട് പാത്രങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ, പല ഷേപ്പിലും സൈസിലും ഉള്ള. അത്യാവശ്യം അലൂമിനിയം പാത്രത്തിൻ്റെ കളക്ഷനും ഉണ്ട്. പിന്നെ പല ഷേപ്പിലും സൈസിലുള്ള അയൺ കടായിസും ചട്ടിയും ഒക്കെ അവിടെ കണ്ടായിരുന്നേ. ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതും ദോശ ഉണ്ടാക്കുന്നതും ഒക്കെ അവിടെ ഉണ്ട്. ഇത് കണ്ടോ, നല്ല ക്യൂട്ട് പാത്രം അല്ലേ. കുറേയൊക്കെ ഒഴിച്ച് വെക്കാൻ നല്ലതായിരിക്കും അല്ലേ. പക്ഷെ വില ഇച്ചിരി ജാസ്തിയാണോ എന്നൊരു സംശയം. 335 രൂപയുണ്ട്. പക്ഷെ പല സൈസിലുണ്ട് ആ പാത്രം. പിന്നെ പല ഷേപ്പിലുള്ള സ്റ്റീലിൻ്റെ ജഗ്ഗും ചീനിച്ചട്ടിയും ഒക്കെ അവിടെ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബ്രാസിൻ്റെയും സ്റ്റീലിൻ്റെയും സേവനാഴി അല്ലെങ്കിൽ ഇടിയപ്പം നെക്കിയൊക്കെ കണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇടികല്ലും ഉണ്ടായിരുന്നു. അതിന് 435 രൂപയാണേ. അടുത്ത സെഷനിലോട്ട് പോയപ്പോഴാണ് തടിയുടെ പിടിയുള്ള അയൺ പാൻ കണ്ടത്. അത്യാവശ്യം നല്ല വലുപ്പവും വെയിറ്റും ഒക്കെ ഉണ്ട്. വേറെ പല സൈസിലും കിട്ടും കേട്ടോ. ഇത് കണ്ടോ, സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒക്കെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഷെഫ്മാരിങ്ങനെ കറക്കി എടുക്കുന്ന ഈ ഒരു പാത്രം ഭയങ്കര വെയിറ്റ് ആട്ടോ. എനിക്ക് ഒരു കൈ കൊണ്ട് പോലും പൊക്കാൻ പറ്റില്ല. അന്നേരം ഞാൻ ആലോചിച്ചു അവരെങ്ങനെ ഇത് വെച്ച് ഒരു കൈ വെച്ച് ഇത് ചെയ്യുന്നതെന്ന്. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് തേങ്ങ തിരുമുന്ന കസേരയും പാത്രം വെക്കുന്ന സ്റ്റാൻഡും എല്ലാം ഒരുപാടുണ്ട്. ആക്ച്വലി ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തുള്ളേ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരാളെ കാണേണ്ട ആവശ്യം വന്നുകൊണ്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങിയായിരുന്നു. എനിക്ക് ഇതുപോലത്തെ ഒരു കടായി വേണമെന്ന് ഞാൻ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്ന് അറിയത്തില്ല. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ കുലങ്കാശമായി പഠിച്ചു കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് കരുതി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആയിട്ടുള്ള ബക്കറ്റ് അങ്ങനത്തെ സാധനങ്ങളും അത്യാവശ്യം കുറച്ച് ഭരണി കളക്ഷനും പുറത്തിരിപ്പുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഒന്നുകൂടെ നോക്കി വെച്ചിട്ട് ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വെയിലും ചൂടുമായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴാണ് കുറച്ച് തണൽ കിട്ടിയത്. ഇനി കുറച്ച് ചട്ടി ഐറ്റംസ് വാങ്ങിക്കണം. അതിന് ഞങ്ങൾ നേരെ ബാലരാമപുരത്തേക്കുള്ള മാപ്പ് ഇട്ട് അങ്ങോട്ട് വിടുക.
ഇതാണ് ഞങ്ങളുടെ നമ്മുടെ സ്വന്തം പാങ്ങോട് മിലിറ്ററി ക്യാമ്പ്. എന്താണെന്നറിഞ്ഞൂടെ, ഈ വഴിയിലൂടെ പോകുമ്പം നമ്മളെല്ലാവരും സേഫ് ആണെന്നുള്ളൊരു തോന്നല എനിക്ക്. അത് തോന്നലല്ല, സേഫാണ്. അവസാനം ഞങ്ങളൊരു ചട്ടിക്കട കണ്ടുപിടിച്ചു. അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. എല്ലാം നല്ല കാണാൻ രസമുണ്ടായിരുന്നു കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. പണ്ടൊക്കെ മൺചട്ടി കാണുമ്പോൾ ഒരു വിലയില്ലായിരുന്നു, അയ്യേ ചട്ടി എന്നുള്ളൊരു മനോഭാവമായിരുന്നു. പക്ഷെ ഇപ്പം ചട്ടിയൊക്കെ കാണുമ്പോൾ അങ്ങ് ആക്രാന്തം, പല ടൈപ്പിലും ഷേപ്പിലുള്ള വാങ്ങിക്കാൻ. അവിടെ അത്യാവശ്യം ഭരണിയുടെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല രസമായിരുന്നു കാണാൻ, ഒരു പ്രത്യേക ഷേപ്പായിരുന്നു ഭരണിക്കൊക്കെ. നല്ല ക്വാളിറ്റി ഉള്ള ഭരണിയായിട്ട് തോന്നിയേ. അവിടുന്ന് 2-3 മീൻ ചട്ടിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അവിടുത്തെ ചേട്ടൻ പറഞ്ഞു ഇതിൽ ചിലതൊക്കെ മയക്കണം, ചിലതൊന്നും മയക്കണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും വിചാരിച്ച സാധനം ആ ഒരു കടയിൽ നിന്ന് തന്നെ കിട്ടി. പിന്നെ അവിടെ നിന്ന് തന്നെ ആ ചേട്ടൻ എല്ലാം നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞ് തന്ന് ഞങ്ങൾ കാറിലൊക്കെ വെക്കാൻ സഹായിച്ചു. നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ. ചട്ടി എങ്ങനെ മയക്കണം, എങ്ങനെ സൂക്ഷിക്കണം, എന്തൊക്കെ ചെയ്യരുത് എന്നെല്ലാം നല്ലപോലെ പറഞ്ഞു തന്നു. അപ്പോഴത്തേക്ക് സന്ധ്യ കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് നോൺ സ്റ്റിക്ക് പാൻ വേണമായിരുന്നേ, അതുകൊണ്ട് ഞങ്ങൾ നേരെ ലുലു മാളിലോട്ട് വിട്ടു. അവിടെ പിന്നെ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു നോൺ സ്റ്റിക്ക് പാനിൻ്റെ. ഏതെടുക്കണം എന്നറിയാതെ കുറച്ച് നേരം അവിടെ വട്ടം കറങ്ങി നിന്നിട്ട് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം എടുത്തിട്ട് ഞങ്ങളവിടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ കുക്കറിൻ്റെ സെക്ഷൻ കണ്ടത്. പിന്നെ അവിടെ പോയി എല്ലാ കുക്കറും ഒന്ന് നോക്കി, ഒന്ന് തുറന്നു നോക്കി, എടുത്തു നോക്കി, വെയിറ്റ് നോക്കി, പ്രൈസ് നോക്കി. വാങ്ങിക്കാനല്ല, ചുമ്മാ നോക്കാൻ. നമുക്കിങ്ങനെ വാങ്ങിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കണ്ട് തുറന്നു നോക്കി, അതിൻ്റെ പ്രൈസ് നോക്കി, ഓൺലൈൻ പ്രൈസും നോക്കി കമ്പയർ ചെയ്ത് ഇത് നോക്കാനും കാണാനൊക്കെ ഇഷ്ടമാണല്ലോ. അച്ചാച്ചൻ ചോദിക്കുന്നു വാങ്ങിത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ നിന്ന് കറങ്ങുന്നതെന്നാ. പക്ഷെ അച്ചാച്ചൻ അറിയത്തില്ലല്ലോ അങ്ങനെ നോക്കുന്നതിൻ്റെ ഒരു രസം. അങ്ങനെ അവിടെ നിന്ന് സാധനവും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട്. ഒരു ദിവസത്തെ പണിയായിരുന്നു, എല്ലാവരും ക്ഷീണിച്ച് കുഴഞ്ഞു. എന്നാലും സാധനം കയ്യിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. ഇനി ഇതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി തുറന്നു നോക്കി അടുക്കി പെറുക്കി വെച്ചാലേ സമാധാനമാവും. അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചെന്ന് കാണണ്ടേ. അപ്പോൾ അൺബോക്സിങ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. ഇതിൻ്റെ കൂടെ ചേർത്ത വീഡിയോ ഒത്തിരി ലെങ്ത് ആയപ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ, എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് കാണാമേ. അപ്പോൾ ടാറ്റാ.